നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പുറത്ത് ആത്മവിശ്വാസത്തിലാണ് CPM. പക്ഷേ വെല്ലുവിളി പലതുണ്ടെന്ന് CPM സ്ഥാനാർത്ഥി M സ്വരാജിന് നന്നായി അറിയാം. അതിനിടെ സ്വരാജിന്റെ വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ ഒരാണി അടിക്കുകയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ. പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ദാരുണവും വേദനാജനകവുമാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നു. എന്നാൽ ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണുകിട്ടിയ ഒരു അവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ എന്നും അവസരമുണ്ടാക്കിയതാണോ എന്നും സംശയം ഉയർന്നിട്ടുണ്ടെന്നും മന്ത്രി ആരോപിച്ചു. അപകടം ആ പ്രദേശത്തുള്ളവർ അറിയുന്നതിന് മുൻപ് മലപ്പുറത്ത് പ്രകടനം നടന്നത് എങ്ങനെയാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഇതിനെ ഒരു കോൺഗ്രസ് കൊലപാതകമായി അവതരിപ്പിക്കുകയാണ് മന്ത്രി. ഇതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. CPM സ്ഥാനാർത്ഥി M സ്വരാജിന് പോലും മന്ത്രിയെ പിന്തുണയ്ക്കാൻ കഴിയുന്നില്ല. ഇതോടെ വിഷയം തീർത്തും രാഷ്ട്രീയമായി മാറുകയാണ്. മന്ത്രി ശശീന്ദ്രന്റെ ഈ പ്രതികരണത്തിൽ CPM കടുത്ത അതൃപ്തിയിലാണ്. മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: രാവിലെ അവിടെ അത്തരം ഒരു ഫെൻസിംഗ് ഇല്ലായിരുന്നുവെന്നാണ് പരിസരവാസികളായ ആളുകൾ പറയുന്നത്. വൈകുന്നേരമാണ് അവിടെ ഫെൻസിംഗ് കെട്ടിയത്. ഉടമസ്ഥന് വിഷയം അറിയില്ലെന്നും ഒരാൾ പറയുന്നു. അപ്പോൾ ആര് എങ്ങനെയാണ് ചെയ്തത്? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായ പരിശോധനയിൽ ഉൾക്കൊള്ളിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും മന്ത്രി ചോദിച്ചു. ഒരു വിഷയദാരിദ്ര്യം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJPയും പ്രതിപക്ഷവും അനുഭവിക്കുന്നുണ്ട്. തണുത്തുറഞ്ഞു പോയ പ്രചരണത്തെ കൊഴുപ്പിക്കാനുള്ള സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ ഇങ്ങനെയൊരു സംഭവം ബോധപൂർവം ഉണ്ടാക്കിയെടുത്താൽ സാധിക്കുമല്ലോ. പാവപ്പെട്ട കർഷക ജനതയുടെ വികാരങ്ങളെ തട്ടിയുണർത്തി ആ വികാരം ഗവൺമെന്റിനെതിരായി മാറ്റാൻ കഴിയുമല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കുന്നതിൽ യുക്തിയില്ല എന്ന് പറയാൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. അതായത് രാഷ്ട്രീയത്തിന് വേണ്ടി പ്രതിപക്ഷം കുട്ടിയെ കൊന്നുവെന്ന സംശയമാണ് മന്ത്രി ചർച്ചയാക്കുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി വിഷയം വനംവകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും വീഴ്ചയായി പ്രയോജനപ്പെടുത്താനും സമരങ്ങൾ നടത്താനുമാണ് BJPയും UDFും ശ്രമിക്കുന്നത്. വനംവകുപ്പ് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിംഗ് കെട്ടാറില്ല. കേരളത്തിൽ ഒരിടത്തും കെട്ടിയിട്ടില്ല. വൈദ്യുതി ബോർഡും ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞിട്ടില്ല. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും ഏതാനും മാധ്യമങ്ങളുടെയും നിലപാട് പുനഃപരിശോധിക്കണം. എല്ലാ കുറ്റവും വനംവകുപ്പിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ ഒരു സംഭവം പാഠമായി തീരട്ടെ എന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണുകിട്ടിയ അവസരമായി ഉപയോഗപ്പെടുത്തിയതാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന് സംശയമുണ്ട്. പ്രദേശവാസികൾ പറയുന്നത് അവിടെ അങ്ങനെ ഫെൻസിംഗ് ഇല്ലെന്നാണ്. അപ്പോൾ ഇതാര് ചെയ്തു, എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തായിരുന്നു ലക്ഷ്യം? ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. തിരഞ്ഞെടുപ്പ് കാലമാണ്. അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് അറിയാമല്ലോ. ആ ഗുണഭോക്താവിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ആരെങ്കിലും ചെയ്തതാണോ എന്നും സംശയിക്കുന്നു. നിലമ്പൂരിൽ BJPയും പ്രതിപക്ഷവും വിഷയദാരിദ്ര്യം അനുഭവിക്കുന്നു. ഇതുവരെ തണുത്ത മട്ടിലായ പ്രചാരണം കൊഴുപ്പിക്കാനുള്ള സ്റ്റാർട്ടപ്പ് എന്ന രീതിയിൽ ഇങ്ങനൊരു സംഭവം ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമല്ലോ. പാവപ്പെട്ട കർഷക ജനതയുടെ വികാരങ്ങളെ തട്ടിയുണർത്താൻ കഴിയുമല്ലോ. ആ വികാരം സർക്കാരിനെതിരെയാക്കി മാറ്റാൻ കഴിയുമല്ലോ എന്നാലോചിച്ചിട്ടുണ്ടാകും എന്നതിൽ യുക്തിയില്ലെന്നും പറയാനാവില്ല. രാഷ്ട്രീയ ഗൂഢാലോചനയെങ്കിൽ ആ തട്ടിപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷ മുന്നണി വ്യാപകമായ പ്രവർത്തനം നടത്തും. നിലമ്പൂരിൽ നാട്ടുകാർ ഈ പ്രശ്നം അറിയും മുൻപ് മലപ്പുറത്ത് UDFിന്റെ പ്രകടനം നടന്നു. അതെങ്ങനെ സംഭവിച്ചു? അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സംശയം തോന്നുന്നുവെന്നും ശശീന്ദ്രൻ പറഞ്ഞു വെക്കുന്നു. CPM ഈ വാദം ഉന്നയിക്കുന്നില്ല. ഒരു അപകടമുണ്ടായെന്നും അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നുവെന്നും CPM പറയുന്നു. എന്നാൽ മന്ത്രി ശശീന്ദ്രന്റെ വാദം അനുസരിച്ച് ആ കുട്ടിയുടേത് പ്രതിപക്ഷം നടത്തിയ കൊലപാതകമാണ്. അതിനിടെ പന്നിക്കണിയിൽ നിന്നും വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. BNS 105 വകുപ്പ് പ്രകാരമാണ് വഴിക്കടവ് പോലീസ് കേസെടുത്തത്. FIRൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെങ്കിലും കുറ്റക്കാരെ ഉടൻ കണ്ടെത്തുമെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ച വൈകുന്നേരമാണ് പന്നിയെ പിടിക്കാൻ വെച്ച വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്ത് മരിച്ചത്. പരിക്കേറ്റ മറ്റൊരു കുട്ടിയുടെ നില ഗുരുതരമാണ്. സമീപത്തെ തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ വെള്ളത്തിൽ നിന്ന് അനന്തവിന് ഷോക്കേറ്റതാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. അനധികൃത ഫെൻസിംഗിൽ നിന്നാണ് അനന്തവിന് ഷോക്കേറ്റതെന്നും പോലീസ് വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്ക് ഷോക്കേൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവത്തിൽ വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDYFും രംഗത്ത് വന്നു. റോഡ് ഉപരോധിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. കുട്ടികളെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിക്ക് സമീപം സംഘർഷാവസ്ഥ തുടരുകയാണ്. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്.